നമുക്ക് നമ്മളെ മക്കൾക്ക് പ്രവാചകന്മാര് വിഭാവനം ചെയ്യുന്ന ആൺ പെൺ കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള ആദ്യ പാഠം ഏറ്റവും നന്നായി നൽകേണ്ടതുണ്ട്. ശുദ്ധ ഖുർആന് മനോഹരമായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. വല്ലൈലി ഇദാ യഗ്ശ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ ദക്കറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്ത. ഇമാം ഷഅറാബി ഇതിനെങ്ങനെ വിശദീകരിക്കുന്നത്? എന്തിനാണ് രാത്രിയെ സത്യം ചെയ്ത് പകലിനെ സത്യം ചെയ്ത് ആൺപെൺ സൃഷ്ടിയെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു എന്തിനാണ് ഇന്ന സഅയകും ലശത്ത എന്ന് പറഞ്ഞത്? ഇമാം ഷഅറാബി പറയുന്നുണ്ട്, രാത്രിക്ക് പകലിൽ നിന്നും ഇന്ന പ്രത്യേകതകളുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? രാത്രിയേക്കാളും പ്രത്യേകത പകലിനുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്ത് പ്രത്യേകത പറഞ്ഞിട്ടാണ് ഒന്നിനെ മറ്റൊന്നിൽ നിന്നും നിങ്ങൾക്ക് വേർതിരിക്കാൻ കഴിയുക? ഒരു പ്രത്യേകതയും നിങ്ങൾക്ക് പറയാൻ പറ്റൂല. രാത്രിക്ക് രാത്രിയുടെ എല്ലാ പ്രത്യേകതകളുമുണ്ട്, പകലിന് അതിന്റെ പ്രത്യേകതയുമുണ്ട്. ഒന്നിനെയും മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതുപോലെയാണ് പ്രപഞ്ചനാഥൻ പുരുഷനെയും സ്ത്രീയെയും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പെണ്ണിന് പുരുഷനേക്കാളും ചില പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ പുരുഷന് സ്ത്രീയെക്കാളും ചില പ്രത്യേകതകളുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. ഏതുപോലെ രാവിന് രാത്രിയേക്കാളും രാത്രിയേക്കാളും കൂടുതൽ പ്രത്യേകതകൾ ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ പകലിന് രാത്രിയേക്കാൾ ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് പറയാൻ കഴിയാത്തതുപോലെ ആൺപെൺ വ്യത്യാസം പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. അത് രണ്ടും പൂരകമായി നടക്കേണ്ടതാണ് എന്ന് പറയുകയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ മറ്റു തലങ്ങൾ വ്യത്യസ്തമാണ് എന്നതിനപ്പുറം യാതൊരു പ്രത്യേകതയും നിങ്ങൾക്കിടയിലില്ല.